എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഓപ്പണിങ്ങിൽ നല്ല രീതിയിൽ ഡൗൺ വന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ലോ, S1 ഇതിന് രണ്ടിനും താഴെ പോയിട്ട് അതിന് മുകളിൽ കയറി സ്റ്റേബിളായി ഇൻഡെക്സ് നിഫ്റ്റി. അതിനുശേഷം ഹെവി ആയിട്ടൊരു വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. വൺ സൈഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പോയിന്റ്, ഏകദേശം 500-550 പോയിന്റ് ലോ ലെവലിൽ നിന്ന് കയറി വന്നു. അപ്പോൾ ഈ ഒരു മൂവ്മെൻ്റ് ആരും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളതല്ല. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയതുകൊണ്ടായിരിക്കാം ഇതുപോലൊരു ഹെവി മൂവ്മെൻറ്റ് നടത്തിയത്. നാളെ എനിക്ക് തോന്നുന്നത് ഈ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ 25,200 റേഞ്ചാണ്. 25,100 സംതിങ് വരെ ഇന്ന് വന്നിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഒരു സെല്ലിങ് വരാൻ ആ ചാൻസ് കൂടുതൽ. പിന്നെ അറിയത്തില്ല, ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഹെവി മൂവ്മെൻ്റ് ആണ്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രയേ ഉള്ളൂ, 25,200 റേഞ്ചിൽ ഇതിൻ്റെ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങിയാൽ ചിലപ്പോൾ നല്ലൊരു ഫോള് കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. ബാങ്ക് നിഫ്റ്റിയാണ് നല്ല രീതിയിൽ ഇന്ന് കയറിപ്പോയ ഇൻഡെക്സ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ നോക്കിയാൽ അറിയാം, ബാങ്ക് നിഫ്റ്റി പെട്ടെന്ന് ഡൗണിൽ പോയി. അതിനുശേഷം പ്രീവിയസ് ഡേ ലോ S1 ടച്ച് ചെയ്തു, നേരെ അതിൻ്റെ രണ്ടിൻ്റെ മുകളിൽ കയറുമ്പോൾ നമ്മൾ CPR വെച്ചിട്ടാണ് ഇവിടെ നല്ല ബൈ ചാൻസ് ആണ്. നിഫ്റ്റിക്കകത്ത് അതുപോലെ തന്നെ നല്ല ബൈ ചാൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് CPRൻ്റെ നമ്മുടെ സ്ട്രാറ്റജി അറിയാവുന്നവർക്കാണെങ്കിൽ ബൈയിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സെല്ലിങ് ചാൻസ് കിട്ടുമ്പോൾ സെല്ലിങ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഇന്നത്തെ നല്ല നോർമൽ ആൾക്കാർ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ലൊരു ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു അപ് ട്രെൻഡിലോട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ CPR സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്ന ഷെയറുകളാണ് ഈ ഷെയറുകളല്ല. ഇതിനകത്തൊന്നും ഒരു 6-7 അല്ല, അതിൽ കൂടുതൽ കിട്ടിയെന്ന് തോന്നുന്നു. ഒരു 4-5 ഷെയർ നമുക്ക് നോക്കാം. ഇവിടെ ഈ മിതാനി എന്ന് പറയുന്ന ഷെയർ ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ചെറുതായിട്ട് വന്നു. അതിനുശേഷം അവിടുന്ന് ഇറങ്ങി. അപ്പോൾ 399 റേഞ്ച് എന്നത് 386 വരെ വന്നു. അതിനുശേഷം വീണ്ടും സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. ഇവിടെ വീണ്ടും പോയി ഹൈ കട്ട് ചെയ്യുന്നുണ്ട്. ആ ഹൈ കട്ട് ചെയ്തു, വീണ്ടും ഇറങ്ങി. അപ്പോൾ 400 നിന്ന് ഇറങ്ങി അത് 3-4 രൂപ തന്നിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലൊരു ഫോള് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ GRSയിൽ ഓപ്പണിങ്ങിൽ മൂവ്മെൻറ്റ് തന്നിട്ടില്ല. അതിനുശേഷം ഒരു മൂവ്മെൻറ്റ് അപ്പിൽ വന്നു. പ്രീവിയസ് ഡേ ഹൈ ലോ R1 അടിച്ചു. അതിനുശേഷം R2 അടിച്ചില്ല. പിന്നെ R1 താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ 2,271 റേഞ്ച് എടുത്താൽ നമുക്ക് 2,230 റേഞ്ചിലോട്ട് 40 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം HBL എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഇവിടെ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 576 എൻട്രി എടുത്താൽ നമുക്ക് 571 5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി അടുത്ത ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിലോട്ട് പോകുന്നോ നോക്കണം. ഇല്ല, പോയില്ല, തിരിച്ച് പഴയ ലെവൽ തന്നെ കട്ട് ചെയ്തു. അപ്പം നമ്മൾ 576 റേഞ്ച് ഒരു എൻട്രി എടുത്താൽ നമുക്ക് 568. വലിയ ഹെവി മൂവ്മെൻ്റ് ഇല്ല, പക്ഷേങ്കിൽ അതിനുശേഷം സൈഡ് വേസ് മൂവ്മെൻറ്റ് 5-6 രൂപ പ്രോഫിറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് റെയിൽടെലിനകത്ത് ചെറിയ ചാൻസുകളേ ഉള്ളൂ. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ R1 പോയിട്ടില്ല. പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരുമ്പോൾ നമ്മൾ 359 റേഞ്ച് എടുത്ത് നമുക്ക് 356 3 രൂപ. അപ്പോൾ അതൊക്കെ നമ്മൾ വിടുക. കൊച്ചിൻ ഷിപ്പ്യാർഡിനകത്ത് ഓപ്പണിങ് ചാൻസ് ഇല്ല. അതിനുശേഷം ഈ സമയമായപ്പോൾ അവിടെ ചാൻസ് കിട്ടുന്നുണ്ട്. R1 പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇവിടെ ഇറങ്ങി 1,799 എടുത്താൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ടില്ല. ഈ ഹൈയുടെ മുകളിൽ പോകാതെ അത് 1,766 വരെ വന്നിട്ടുണ്ട്. 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും കൊടുത്തിട്ടുണ്ട്. ചിത്താഗ്ര എന്ന് പറയുന്ന ഷെയർ, അതിലും ഹൈ അടിച്ചു ഇറങ്ങി. R1 പോയില്ല. ഇവിടുന്ന് 812 എന്നത് 799 രൂപ വരെ തരുന്നുണ്ട്. മനോരമ ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഇപ്പോൾ 1,503 എന്നത് 1,444 വരെ തന്നിട്ടുണ്ട്. അതിനുശേഷം ടെക്നോ ഇലക്ട്രിക്
ടെക്നോളജിക് ഓപ്പണിങ് പ്രീവിയസ്ലി ഹൈയുടെ അടുത്ത് ഓപ്പണായി ഹൈ കട്ട് ചെയ്ത് ഇറങ്ങി. ഇവിടെ നമ്മൾ 1197 എൻട്രി ചെയ്താൽ നമുക്ക് 1172 വരെ എഴുതുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് പോയി പുതിയ ഹൈ അടിച്ചു. ഇവിടെ ഒരു 25 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും അടുത്ത ലെവൽ പോയി ഇവിടെ കട്ട് ചെയ്തു. 1222 എന്നത് 1203, അവിടെ 20 രൂപയ്ക്ക് അടുത്ത് പോയിട്ട് തരുന്നുണ്ട്. ഹെഗ് ചാൻസ് ഇല്ല. ഇന്ത്യ ഗ്ലൈക്കോളിനകത്തും ഇവിടെ പ്രീവിയസ് ഡേ ഹൈയിലാണ് ഓപ്പൺ ചെയ്യുക, മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ താഴോട്ട് നമ്മളിവിടെ എൻട്രി എടുത്താൽ 1730 എന്നത് 1720 വലിയ മൂവ്മെന്റ് താഴോട്ടില്ല. ഇവിടെയും ചെറിയ മൂവ്മെന്റ് തന്നിട്ടുള്ളൂ. ബി ഡി എല്ലിനകത്ത് ചാൻസ് ഇല്ല. അപ്പം കുറേ ഷെയറിനകത്ത് നമുക്ക് ചാൻസ് നല്ലതുണ്ടായിരുന്നു. ചെറിയതും വലുതുമായിട്ടുള്ള ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ട്രാറ്റജി കാര്യം ജസ്റ്റ് മനസ്സിലാക്കിയ സ്റ്റോപ്പ് ലോസിൽ നിന്ന് അത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുന്നിടത്താണ് എൻ്റെ ഈ സ്ട്രാറ്റജി വെച്ച് ചെയ്യുന്നവരെല്ലാം പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് 10 ദിവസം പ്രോഫിറ്റ് കിട്ടും, അടുപ്പിച്ച് 10 ദിവസം പ്രോഫിറ്റ് കിട്ടും. 11ാമത്തെ ദിവസം പ്രോഫിറ്റ് എല്ലാം കൂടെ ഒരു ഷെയറിൽ കൊണ്ട് കൊടുക്കും. ആ ഒരു ഷെയറിൽ കൊണ്ട് കൊടുക്കുന്ന അവിടെ കാണിക്കുന്ന നമ്മളെ മണ്ടത്തരം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് കാര്യം മനസ്സിലാവും. എനിക്കും അതുപോലെ അബദ്ധം പറ്റാറുണ്ട്. പക്ഷേ ചില സമയത്ത് അബദ്ധം പറ്റാറുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം അതിനകത്തുനിന്ന് വെളി വരാൻ ട്രൈ ചെയ്യും. ഞാൻ പക്ഷേ ഒറ്റയടിക്ക് കവറിങ്ങിന് വേണ്ടി ശ്രമിക്കത്തില്ല. വേറെ പല ഷെയറിനകത്തോ അല്ലെങ്കിൽ സെയിം ഷെയർ അവസരം കിട്ടിയാലോ ഞാൻ അതിനകത്ത് യൂസ് ചെയ്യും. ഇന്നത്തെ ഒരു ദിവസം ഒരു ഷെയറിനകത്ത് ഞാൻ ചെയ്തത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നാളത്തേന് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഷെയറുകൾ ഈ ഷെയറുകളാണ് എടുത്തു വച്ചേക്കുന്നത്. ഇത്രയും ഷെയറുകൾ 16 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആസ്റ്റർഡിയം പ്രത്യേകം ശ്രദ്ധിക്കുക. ആസ്റ്റർഡിയം ക്ലോസിങ് ഉണ്ടല്ല 581 ഹൈ. ഇത് ഓപ്പണിങ് നല്ലൊരു മൂവ്മെന്റ് വന്ന് ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല പതിക്കുള്ള മൂവ്മെന്റ് ഓപ്പണിങ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ആണെങ്കിൽ ഈ ആവറേജ് പ്രൈസിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. അവിടെ നിന്നാണെങ്കിലും നല്ലൊരു ഫോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. കൊറമാൻഡലും ഹൈ അടിച്ചിട്ട് ഇറങ്ങിയ ഹൈയും R1 അടുത്തടുത്ത് അത് 2 ലെവലും പോയിട്ട് തിരിച്ചിറങ്ങിയാൽ നമുക്ക് വീണ്ടും ചാൻസ് എടുക്കാം. കഴിഞ്ഞ ദിവസം നല്ല ചാൻസ് തന്നു ഷെയറാണ്. ഇന്റലക്ട് ഡിസൈൻ ഇത് റിസൾട്ട് നല്ലതാണ്. അതിൻ്റെ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അധികം ഇറങ്ങത്തില്ല, എന്നാലും ചെറിയ ട്രേഡിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ഇൻഡൈൻ എന്ന് പറഞ്ഞ ഈ ഷെയർ 618 ഈ ഹൈയോ R1 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് നോക്കാം, കുഴപ്പമില്ലാത്ത ചാൻസ്. പക്ഷേ ക്വാണ്ടിറ്റി ചെയ്യരുത്. കൊച്ചിൻ ഷിപ്പ് ആൻഡ് റിസൾട്ട് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. ഇപ്പം നല്ല ഹെവി മൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഷെയർ. അപ്പോൾ ഇതിൽ നമ്മൾ ലെവല് നല്ലൊരു മൂവ്മെന്റ് കിട്ടി. ഇപ്പോൾ 1855 അല്ല 1899 ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്, സാൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓപ്പണിങ് പെതുക്കെയാണ് കയറുന്നതെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ട്രേഡ് എടുക്കുക. ട്രൈ ടർബൈനും ഹൈ അടിച്ചിട്ടോ R1 R2 റേഞ്ചിൽ കിട്ടുന്ന നല്ല ചാൻസ് ആയിരിക്കും. ഓപ്പണിങ് ഈ R2 റേഞ്ചിൽ കിട്ടാൻ നല്ല ചാൻസ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഓപ്പണിങ്ങിൽ പെട്ടെന്നൊരു ഹെവി മൂവ്മെന്റ് വന്നിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഈ ലെവൽ അടിച്ച് കയറിയാൽ നമുക്ക് നല്ലൊരു ചാൻസ് ആയിരിക്കും. അക്യൂംസ് എന്ന് പറയുന്ന ഷെയർ ഇതും R1 R2 ലെവൽ ശ്രദ്ധിക്കണം. വാസ്കൺ നല്ല റിസൾട്ടാണ്. അപ്പോൾ ചിലപ്പോൾ നാളെ വീണ്ടും നല്ലൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുക ഇതിനകത്ത്. എന്നാലും ഇതിനകത്ത് R1 ഹൈയും സെയിമാണ്, 7 പൈസയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ചാൻസ് എടുക്കാം. റാംസൺ ഇൻഡസ്ട്രീസ് ഈ R1 ലെവലിലാണ് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത. TIയുടെ റിസൾട്ട് നല്ലതാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. BLSC വന്നിട്ട് 185 ഇതും റിസൾട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഇതും നല്ലൊരു മൂവ്മെന്റ് കിട്ടിയാൽ ഈ ലെവൽ വരാം. R2 ലെവൽ വന്നിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു എൻട്രി എടുക്കുക. അതല്ലെങ്കിൽ ചെറിയ ചെറിയ എൻട്രികൾ ട്രൈ ചെയ്യുക. എക്ലറക്സ് ഹൈ അടിച്ചിട്ട് ഹൈയും R1 ഒക്കെ നല്ല ചാൻസ് വരാൻ സാധ്യതയുള്ള ഏരിയ. കിർലോസ്കർ എഞ്ചിനീയറിങ് 800 ഹൈ വേണ്ട, ഹൈ എടുക്കാൻ കുഴപ്പമില്ല, ചെറിയ എൻട്രി എടുക്കാവൂ.
അതിന് നമ്മൾ R1 ഒക്കെ പോയിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാ ഷെയറിനകത്ത് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഈ നെൽക്കാശം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇന്ന് ഓപ്പണിങ്ങിൽ അത് പോയി അപ്പർ സർക്യൂട്ട് അടിച്ചു. അപ്പോൾ നാളെ അതുപോലെ അപ്പർ സർക്യൂട്ട് അടിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെങ്കിൽ ഈ ലെവലുകൾ എവിടുന്നേലും തിരിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു റേഞ്ചിലോട്ട് താഴോട്ട് വരാം. ഇന്റേൺ ടെക് എന്ന് പറഞ്ഞ ഈ ഷെയറും അതുപോലെ തന്നെ R1 R2 റേഞ്ചിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകൾ ഇതൊക്കെയൊക്കെ. അപ്പോൾ ഇതൊക്കെ നോക്കുക. നല്ല ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക. ഇതിപ്പം 600 ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കുക 650 ഇത് വരത്തില്ല എന്നുള്ള മനസ്സിൽ കണക്കൂട്ടി അവിടെ അടിക്കണ്ടേ. ഇത് വന്നിറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ആയിരിക്കും. അതല്ലെങ്കിൽ ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ശാരദ കോർപ്പ് എന്ന് പറയുന്ന ഒരു ഷെയറിനകത്ത് ഞാൻ പെട്ടുപോയായിരുന്നു അതിനകത്ത്. പക്ഷേ എങ്കിൽ അതിനകത്ത് ഞാൻ വെളിയിൽ വന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്നലെ വീഡിയോയുടെ കമൻറ്റിട്ട് താഴെ ആരോ ലോസ് വന്നിട്ട് പ്രോഫിറ്റ് വരുവാണെങ്കിൽ അതൊന്ന് കാണിക്കണേ. അപ്പം ശാരദ കോർപ്പ് ഓപ്പണിങ് നല്ലൊരു മൂവ്മെൻറ്റ്. ഇതിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. ആ റിസൾട്ടിൻ്റെ ഇത് വെച്ചുള്ള മൂവ്മെൻറ്റാണ്. പക്ഷേ എങ്കിൽ അതിനകത്തൊരു സെല്ലിങ് ഏരിയ റേഞ്ചിലാണ് ഞാൻ സെല്ല് ചെയ്തത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ മതി. ശാരദ കോർപ്പ് ഇവിടോട്ട് നോക്കിയാൽ അറിയാം. ഓപ്പണിങ് ഹെവി മൂവ്മെൻറ്റാണ്. പ്രീവിയസ് ഡേ ക്ലോസ് എന്ന് പറയുന്ന ഇപ്പോൾ ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ്. ശാരദ കോർപ്പ് പ്രീവിയസ് ഡേ ക്ലോസ് 573. ഓപ്പണിംഗ് നോക്കി. ഓപ്പൺ 609 ഓപ്പൺ ആയിട്ട് നേരെ കുത്തനെ കയറുക. കുത്തനെ കയറിയ ഷെയറിനകത്ത് ഞാൻ ഫസ്റ്റ് എൻട്രി എടുക്കുന്നത് ശ്രദ്ധിച്ചോണം. എവിടെയാണ് ഒരു സെല്ലിങ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. എൻ്റെ ഗ്രാഫൊക്കെ വെച്ച് നോക്കുമ്പോൾ 644 ഞാൻ എൻട്രി എടുക്കുന്നത്. 654 നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അവിടുന്ന് ഇറങ്ങുമെന്നുള്ളൊരു ഇതുണ്ട്. അത് 200 ഷെയർ ഞാൻ സെല്ല് ചെയ്തു. അപ്പം ഇത്രയും പെട്ടെന്ന് കയറിയാണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 10 രൂപ പ്രതീക്ഷിക്കും. ഇത് 644 39 എങ്ങാണ്ട് വന്നിട്ട് തിരിച്ച് ഒരൊറ്റ കയറ്റം മുകളിലോട്ട് കയറുമ്പോഴും എനിക്കറിയാം ഈ റേഞ്ചിൽ നിന്ന് താഴെ ഒരു പ്രാവശ്യം വരും. മുകളിൽ കയറി പോയാലും വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അല്ലെ പിന്നെ അതുപോലെ എന്തെങ്കിലും നല്ല ഹെവി പോസിറ്റീവ് ന്യൂസ് ഉള്ളതായിരിക്കണം. അതുകൊണ്ട് ഞാൻ ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഞാൻ 653.70 ഞാനൊരു 100 കൂടെ കൊടുത്തു. അപ്പം 300. അതിനുശേഷം അവിടെ ഒരു വീക്ക്നെസ് കാണിച്ചാണ്ട് അപ്പോൾ ഞാൻ 651 ഒരു 200 കൂടെ കൊടുത്തു. അപ്പോൾ ടോട്ടൽ 500 ആക്കി വെച്ചു. 500 ആക്കി. അതിനുശേഷം ഞാൻ എന്തോ ചെയ്തു, 659, 663 ഈ റേഞ്ചിലെല്ലാം ഷോർട്ട് ചെയ്തു. മൊത്തം എനിക്കൊന്ന് 600-700 ഷെയർ വന്നു. അതിൽ വന്നിട്ട് എന്നിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം എല്ലാം കൂടെ തൂത്തുവാരി സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 13,000 to 15,000 റേഞ്ചിലോട്ട് എനിക്ക് ലോസായി. പക്ഷെങ്കിൽ എനിക്ക് അതിനകത്ത് ആ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് താഴെ വരുമെന്ന് തന്നെയാണ് വിശ്വാസം. ഞാനത് ഇവിടെ കട്ട് ചെയ്യാൻ പ്രധാന കാരണം ഇതിൻ്റെ അപ്പർ സർക്യൂട്ട് അടുത്തായി. അതുകൊണ്ട് പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കട്ട് ചെയ്തു. ഇതതിൻ്റെ ഹൈ എനിക്ക് തോന്നുന്നു 677 സംതിങ് പോയിട്ട് തിരിച്ച് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയ റേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. 671. ഈ 644 തൊട്ടുള്ള എൻട്രിയാണ് മുഴുവനും പോയി ലോസ് കാണിച്ചു. അതിനുശേഷം ഇറങ്ങുമെന്ന് വീണ്ടും കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ 625 ഷെയർ സെല്ല് ചെയ്തു. 600 ഷെയർ 667 കൊടുത്തു. 25 ഷെയർ കൂടെ 661.80 കൊടുത്തു. അത് ഞാൻ കവർ ചെയ്താൽ നിങ്ങൾക്ക് കണ്ടാലറിയാം എവിടെയാണ്. 667 ഞാൻ 634 കവർ ചെയ്യുന്നത് 600 ഷെയർ. അതിനുശേഷം ബാക്കിയുള്ള 633, പിന്നെ ഒരു 615 ഒരു 50 ഷെയർ ഇതെടുത്തു. 50 ഷെയർ ബൈ ചെയ്തിട്ട് 619 വിൽക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 15,000 രൂപയ്ക്ക് അടുത്ത് ലോസ് ചെയ്യുന്നു. ഞാനത് 10,000 പ്രോഫിറ്റ് കൊണ്ടുവന്നു. ഞാനത് ഇതിൽ കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ എന്താണ്ട് ആ ഒരു ഷെയറിനകത്ത് പ്രോഫിറ്റ് നോക്കി എത്ര ഷെയർ ചെയ്തു, 1375 ഷെയർ ചെയ്തു. അതിനുശേഷം പേജ് ഇൻഡസ്ട്രീസിൻ്റെ വെറും 2 ഷെയർ 1100 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇത് വലിയ ഷെയറാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ചുമ്മാ ഷോർട്ട് ചെയ്തതാണ്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ എൻട്രികളാണ്. അതിനുശേഷം ഈ 3 എണ്ണത്തിനകത്ത് ലോസ് വന്നു.
ഈ ഷെയർ അപ്പർ സർക്യൂട്ട്, ഇന്ന് അപ്പർ സർക്യൂട്ട് അടിച്ച ഷെയർ, അത് ഞാൻ ഷോർട്ട് അടിച്ച് പെട്ടെന്ന് അത് അപ്പർ സർക്യൂട്ട് അടിച്ചു. ഞാൻ അന്നേരം അപ്പർ സർക്യൂട്ടിൻ്റെ അവിടെ ബൈ ഇട്ടു. ഓപ്പണിംഗ് ആയതുകൊണ്ട് കൂടുതൽ ട്രേഡിങ് വരുമെന്നറിയാം. അപ്പം പെട്ടെന്ന് കുറേ കഴിഞ്ഞപ്പോൾ അത് ബൈ ആയി. പിന്നെ ചെറിയ ലോസുകളാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം എത്ര 14,000 പ്രോഫിറ്റ് ആണ് ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡിങ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.